മാന്യ പ്രേക്ഷകർക്ക് ന്യൂസ് ബീയിലേക്ക് സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ദുരന്തത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ നമ്മുടെ നാട്ടിലെ 3 പ്രമുഖരെയാണ്. അതിലൊന്ന് പ്രശാന്ത്, മറ്റൊന്ന് നമ്മളെ ലക്ഷ്മണൻ, 3 ബാലകൃഷ്ണൻ എന്ന ബാലു. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ട ഒരു അനുഭവം മാത്രമേ നമുക്കെല്ലാവർക്കും ഉള്ളൂ. നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അവിടുത്തെ ദയനീയതകളും അവിടുത്തെ മനുഷ്യൻ്റെ അവസ്ഥകളും അനുഭവങ്ങളും കണ്ട് അറിഞ്ഞ് ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ 3 ആളുകളാണ് ഇവർ. ഇവരുടെ അനുഭവങ്ങളും അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നേരിട്ട് കണ്ട് ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് പ്രശാന്തിനോട് തന്നെ ചോദിക്കാം. പ്രശാന്തേ, അവിടെ വയനാട് പോയി ബാക്കിയുള്ളവരൊക്കെ നമ്മൾ പിന്നെ ഡ്രോണിലൂടെയും അല്ലാതെയും ക്യാമറകളിലൂടെയും കണ്ട ഒരു അനുഭവം അല്ലാതെ നമുക്ക് നാട്ടുകാർക്ക് അപ്പം ആ ഒരു അനുഭവം ഇപ്പം പ്രശാന്ത് ഇവിടുന്ന് പോയി പല രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പം പ്രശാന്ത് ഇവിടുന്ന് വയനാട്ടിൽ പോയി. പ്രശാന്തിനുണ്ടായ കുറച്ച് അനുഭവങ്ങൾ, മറക്കാനാവാത്ത കുറേ അനുഭവങ്ങളുണ്ട് എല്ലാവരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രശാന്തിന് ഉണ്ടാവുന്നല്ല ഉണ്ട് എന്നു നമുക്ക് വിശ്വസിക്കാം. പക്ഷെ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് നമ്മള് ഇപ്പം അസോസിയേഷന് കീഴിലാണ് നമ്മൾ പ്രവർത്തകരായിട്ട് പോകുന്നത്. അതായത് നമ്മളവിടെ എത്തി നമ്മൾ രാവിലെ അവിടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി. പോലീസ് സ്റ്റേഷൻ തന്നെ നമ്മൾ ആ മനസ്സിൽ അതൊരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകാത്തൊരു അനുഭവമാണ്. അതായത് നമ്മളവിടെ എത്തി ശേഷം നമ്മളൊരു ആർമിക്കാരൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ കൂടെ പ്രവർത്തന യാത്ര പോയ ശേഷം നമ്മളും എൻ്റെ കൂടെയുള്ള ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. നിറപഴ ഒരു ബോഡി ഇങ്ങനെ കണ്ടുകെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കൺട്രോൾ റൂമൊന്ന് വിളിച്ച് പറഞ്ഞു നമ്മളെ പ്രവർത്തകരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, അവിടത്തേക്കുള്ള സാധനങ്ങൾ അവിടെ എത്തിക്കണം എന്ന രീതിയിൽ പറഞ്ഞു. ഞാനും എൻ്റെ പ്രിയ സുഹൃത്തുണ്ടായിരുന്നു കൂടെ, അദ്ദേഹം കൂടി അവിടേക്ക് സാധനം അവിടെ എത്തുമ്പോൾ അത് നമ്മുടെ മനസ്സ് എന്ന് വെച്ചാൽ അത്രയും ഒരു നല്ലൊരു ഒന്നും പറയാൻ പറ്റില്ല. ആ ഒരു അനുഭവം അവിടെ എത്തി പൊടി എന്ന് പറഞ്ഞ സ്ഥിതി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് 4 വയസ്സായ കൊച്ചിൻ്റെ ഇതായിരുന്നു. അനുഭവം എന്ന് പറയുന്നത് മറക്കാൻ പറ്റാതെ, ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായും. അതൊന്നും നമ്മളതിന് ശേഷം ഈ പുഞ്ചിരിവട്ടം എന്ന് പറയുന്ന അവിടെ എത്തുമ്പോൾ ശരിക്കും നമ്മളതിന് ശരിക്കും ആ ഉരുൾപൊട്ടുന്നതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. അത് നമ്മളവിടെ എത്തി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടു. അവിടെ നിന്നിട്ട് ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ചെറിയൊരു അരുവി അന്ന് മലമുകളിൽ വരുന്നു. അതായത് നമ്മൾ ചെറിയൊരു നമ്മുടെ നാട്ടിൽ തോട്, അതായത് നമ്മുടെ റോഡിൻ്റെ വീതിയിൽ ഒരു അരുവി മലമുകളിൽ നിന്ന് താഴോട്ട് വരിക. നമ്മളവിടെ എത്തി അങ്ങനെ വന്നു. ഞാൻ അറിയുന്നില്ല അതങ്ങനെ വന്നത്. പക്ഷെ അത് നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു നല്ലൊരു 300 മീറ്റർ 400 മീറ്റർ വീതിയിലാണ് പൊട്ടി. ആ വരുന്ന രീതിയിൽ മരങ്ങൾ, വീടുകൾ, പള്ളികൾ, അത് കഴിഞ്ഞ് മുല്ലക്കൈ LP സ്കൂൾ, അതിൻ്റെ ഭാഗമായി ഗ്രൗണ്ട്, സ്കൂളെല്ലാം താഴോട്ട് വന്ന് അതിൻ്റെ നമ്മൾ വെള്ളാനി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അപ്പുറത്തും ടൗണ് പാലം നടന്നു. ആ ഒരു നമ്മളെ മനസ്സിന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ അതിനു മുമ്പേ വയനാട് കണ്ട വ്യക്തിയാണ്. ഞാനവിടെ പരമ്പരായും സിത്തമത്തെ എല്ലാം നമ്മളെ സ്ഥലപ്പറ്റ എല്ലാ പ്രദേശങ്ങളും മുന്നേ ഗവൺമെൻറ് പോയതാണ് പല പരിപാടിക്ക്. അപ്പോൾ ഇവിടുന്ന് ആദ്യത്തെ നമ്മളെ ഒരു ന്യൂസ് കണ്ടു. നമ്മൾ മുമ്പ് പോയ സമയത്ത് സാധാരണ വയനാട് എന്ന് പറഞ്ഞാൽ പ്രകൃതിയായിട്ട് നമ്മൾ പ്രകൃതിയുടെ ഒരു ടൂർ ഒരു നാട്ടിൽ നിന്ന് പങ്കെടുക്കുന്നത് വയനാട് ജില്ലയിൽ ആ ഒരു ക്ലൈമറ്റ്, അതുപോലെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി നമ്മൾ കണ്ട് അവിടെ എത്തുമ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വായിക്കാൻ പറ്റില്ല. ഞാൻ അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ അവിടെയാണ്. പക്ഷെ അത് നമുക്ക് അതിനുശേഷം പോലീസാണ്, അത് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ. മെയിനായിട്ട് NDRF എന്ന് പറയുന്നത് നമ്മൾ ഫയർഫോഴ്സ് ഏറ്റവും കൂടുതലാണ് പ്രവർത്തനം. ആദ്യം മുതൽ അവസാനം വരെ ഫയർഫോഴ്സിൻ്റെ ടീമാണ് അവിടെ പ്രവർത്തനമായിട്ട് ഉള്ളത്. അപ്പം നമ്മൾ ഒരുപാട് സംഘടനകളും വളരെ രാഷ്ട്രീയ ജാതി മതമില്ലാത്ത ആൾക്കാർ അവിടെ പങ്കെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബോഡി കിട്ടിയാൽ തന്നെ JCB എന്ന് പറഞ്ഞാൽ NDRF മുന്നിൽ അവിടെ എത്തും. പക്ഷെ അത് ബാക്കിയുള്ള സഹായങ്ങളും അതിൻ്റെ പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത് തന്നെ ഫയർഫോഴ്സാണ്.
അത് അതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അതെ, അതെ. അപ്പൊ ഈ പരിക്കേറ്റവരൊക്കെ ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. ഇല്ല, നമ്മൾ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് ഒരുവിധം അന്ന് നമ്മൾ എത്തുന്ന സമയത്ത് ഫയർഫോഴ്സുകാർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഹോസ്പിറ്റലിൽ അതുപോലെ അവിടെ മാറ്റുന്നത് ക്യാമ്പിലേക്ക് മാറ്റുന്നവരുടെ ആൾക്കാരെല്ലാം മാറ്റിയിരുന്നു. അതിനുശേഷമാണ് രണ്ടാമത്തെ പ്രവർത്തനത്തിൽ ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ട് പോകുന്നത്. ആദ്യം നമ്മൾ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേഷനും അവിടെ പ്രവർത്തനമായിട്ട് രക്ഷാപ്രവർത്തനമായിട്ട് അവിടെയുണ്ട്. അതിനുശേഷം നമ്മൾ സേവനം ചെയ്ത് അത് പ്രകാരമാണ് നമ്മൾ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഞാനായിരുന്നു നമ്മളെ രക്ഷമാക്കുന്നത്. നമ്മളവിടെ നിങ്ങളും ബാലു ഒന്നിച്ചാണ് പോയത്? അല്ല, ഞാൻ ഇവിടുന്ന് ഞാൻ ആദ്യം ഫസ്റ്റ് ബാച്ച്. ബാലുവിന്റെ അനുഭവം രണ്ടാമത് പോയതല്ലേ? അതല്ലേ? അപ്പോ ബാലുവിന്റെ ഒരു അനുഭവം ഒന്ന് പറയാൻ പറ്റും? എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയത് പറഞ്ഞാൽ ആദ്യം വില്ലേജ് റോഡ് വന്നു, അതായത് ചൂരൽമലേൻ്റെ അടുത്ത്. അപ്പോൾ വില്ലേജ് റോഡിൻ്റെ അങ്ങോട്ടാണ് ഞങ്ങൾ ഡ്യൂട്ടി ഉണ്ടായത്. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങൾ വളരെ നെഞ്ചിടിപ്പോടുകൂടിയാണ് പോകുന്നത്. നമ്മളവിടെ പിന്നീട് നമുക്ക് കാര്യമായിട്ട് മലയിനുള്ളൊന്നുമില്ല, നരമ്പ സ്ഥലങ്ങളാണ് പുഴയെല്ലാം സെർച്ചിങ് നടത്തുന്നത്. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ധൈര്യമെന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. പക്ഷെ നമ്മളങ്ങോട്ട് എത്തിയിട്ടാകുമ്പം അറിയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ പോയ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയത്. ബോഡി കിട്ടിയത് അത് 65ഓളം ബോഡി. ഇല്ലില്ല, നമ്മൾ സെക്കൻഡ് ബാച്ച് ആയതുകൊണ്ട് ബോഡിയൊന്നും ഞങ്ങൾക്ക് എടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഞങ്ങൾ ഒരായിരം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ 2 ആയിരം പിടിച്ച പിടിയത്തത് മരങ്ങളൊക്കെ വീണിട്ട് അതിൻ്റെ ഇടയിൽ മനുഷ്യന്മാരിങ്ങനെ കുടിയും കിടക്കുന്നു. അതേപോലെ തന്നെ വീടുകളിൽ വീടുകളിൽ ഹിറ്റാച്ചിൻ്റെ കൈയോ JCBിൻ്റെ കൈയോ ഒന്നും എത്തുന്നില്ലല്ലോ. ഫസ്റ്റ് പോകുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് വീടുകളിൽ കയറി സസ്റ്റൈൻ പറ്റും. നമ്മൾ പോയിട്ട് പിന്നീട് കുറച്ച് വെള്ളം ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് പോകുന്ന സമയത്ത് വീടിൻ്റെ ശേഷം സീലിംഗ് ലെവലിൽ വെള്ളം കെട്ടി നിന്നതിൻ്റെ പാടുണ്ടാവും, അടയാളം ഉണ്ടാവും. നമ്മളിതിനുള്ളിലെ മണ്ണും ചെറിയ കൊത്തി കുറേയൊക്കെ കൊത്തി മാറ്റി കുറേ അങ്ങോട്ട് കയറിപ്പോകുന്ന മാറ്റുന്ന സമയത്ത് ഇഴജന്തുക്കളിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മനുഷ്യൻ്റെ ഒരു ബോഡി നമുക്ക് കിട്ടിയില്ല. പക്ഷെ നമ്മൾ ഈ ചെറിയ സ്മെല്ല് വരുമ്പോൾ അപ്പോൾ അത് കൂടുതലായിട്ട് നോക്കും. വിഷമത്തൊക്കെ കിടന്ന് അധികം ഒറ്റ പണിക്ക് പോകത്തില്ല, വർഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആളെ അവിടെ പോയിട്ട് മൊത്തം ഈ ചളിക്കുമ്പാലത്ത് കൊത്തി ഇറങ്ങുന്ന ധൈര്യം വരുമ്പോൾ കൊത്തും. നമ്മൾ ഒരാളെങ്കിലും ജീവനോടെങ്കിലും കിട്ടാൻ പറ്റണമെന്നൊരു ആഗ്രഹം പ്രാർത്ഥന എല്ലാം ഉണ്ടായി. നമ്മൾ ശരിക്കും ഒരു ബോഡി കിട്ടുന്നതിനും സന്തോഷമാണ്. കുറച്ചെങ്കിലും ജീവൻ്റെ തുടിപ്പേടെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഫസ്റ്റ് വെച്ച് നമ്മളെ ഈ പിന്നിൽവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ഉരുൾപൊട്ടി വീഴുന്ന ആള് കുറേ വീടുകളുണ്ട്. അതായത് മണലി ആക്ടിവിസ്റ്റിൻ്റെ 3 വർഷം അവിടെ ഇങ്ങനെ കുറച്ച് വീട് ലോക്ക് ചെയ്ത സമയത്ത് പോയ സമയത്ത് അന്ന് എല്ലാവരും അവിടെ നിന്ന് മാറ്റി. എന്നാൽ ഇല്ല, ആൾക്കാർ പോകുമ്പോൾ ജനലും അതെല്ലാം തുറന്ന് കിടക്കുന്നു. കുറച്ച് സാമ്പത്തികമായി നഷ്ടപ്പെടുന്നത്, സ്വർണ്ണങ്ങൾ നഷ്ടപ്പെടുന്നത് അവിടെ നിന്ന് കിട്ടിയ അറിവാണ്. നമ്മൾ നേരിട്ട് ഡോറ് പൊളിക്ക് 2 തരത്തിലുണ്ട്. എന്നാലും ഇപ്പം രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാ വീട്ടിലും ഡോറും പൊളിച്ചിട്ടുണ്ടാവും. അത് താഴ്ന്ന് നോക്കാൻ വേണ്ടി ചില വീട്ടിൻ്റെ അകത്തുനിന്ന് 3-4 ബോഡികളൊക്കെ കിട്ടിയ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ പുഴേൻ്റെ താഴെവശത്ത് ആൾക്കാർ തലേന്നെ അവിടെ സ്ഥലം വിട്ടുന്നു. അവരെല്ലാം സ്വയമേധയെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഈ തോട്ടിൻ്റെ നമ്മളെ പാലമില്ലേ, വലിയ പാലത്തിൻ്റെ മോൾ വശത്താനുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മരിച്ചത്. താഴെയുള്ളവരെല്ലാം പോയി. അവർക്ക് ഏകദേശം ഇതിൻ്റെ ഒരു എന്താണെന്ന് അറിയാൻ ധാരണ ഉണ്ടായിരുന്നു. അവരെ കംപ്ലീറ്റ് പോയി, അവരുടെ വീടുകൾ കംപ്ലീറ്റ് നശിച്ചു പോയി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവിടെ ക്യാമ്പുകളുണ്ടല്ലോ, ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ടല്ലോ, അവിടെ നിങ്ങൾ എത്തിയിട്ടുണ്ടാവുമല്ലോ, പോയിട്ടുണ്ടാവുമല്ലോ. ക്യാമ്പ് പോയിട്ട് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു അനുഭവം ഉണ്ടല്ലോ. എന്നുവെച്ചാൽ ആരുമില്ലാത്തവരും നമ്മൾ ആദ്യം പോയിട്ട് ക്യാമ്പിലായിരുന്നു, നമുക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു വരൂ. അപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ല, നമ്മളെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു അത് കണ്ടിട്ട്. കാരണം ഇത്രയും വീടും അതൊക്കെ വെച്ചിട്ടില്ല അവരെ ഈ അവസ്ഥ കാണുമ്പോൾ അത് ഭയങ്കര ഒരു വല്ലാത്തൊരു നമുക്ക് ചെങ്കടി പോലെ കാണാൻ പറ്റൂ. ചെറിയ കുട്ടികളും ആൾക്കാരും ഇങ്ങനെ വന്നിരുന്നു, എന്തൊരു സങ്കടം തന്നെയത്. അതാണ് അയ്യോ, നമ്മള് ഭക്ഷണത്തിന് പ്ലേറ്റ് എടുത്തിട്ട് പോയി നിൽക്കുന്ന ആ ഒരു അവസ്ഥയില് അതൊരു വല്ലാത്ത നമുക്ക് ഞാൻ അതന്നെ കുറെ സമയം നോക്കി. നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു ആന്തരമാണ് അത് കാണും അല്ലേ പ്രശാന്ത്? നമ്മൾ ആദ്യം പോയ ദിവസങ്ങൾ നമ്മൾ അവിടുത്തെ ഇത് സിറ്റുവേഷൻ കണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, നമ്മുടെ മനസ്സിൽ ഇറങ്ങി പോകുന്നില്ല ആ ഒരു അവസ്ഥ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇനിയും അവിടെ ഒരു അവസ്ഥ നാളെയും ഇതിനോട് പ്രതീക്ഷിക്കണം എന്നല്ലേ. പക്ഷെ നാട്ടുകാർ പറയുന്ന ആ സ്കൂള് അവിടുത്തെ നിലനിർത്തണം എന്നാണ്. കാരണം അവര് പറയുന്നത് അവിടെ പഞ്ചായത്തിന്റെ 2 ഏക്കർ സ്ഥലം
ഉണ്ട്. അത് ഗവൺമെന്റ് കൊടുത്തിട്ട് അവിടെ ആ സ്കൂൾ പുനർനിർമ്മിക്കണമെന്നാണ് അവര് പറയുന്നത്. പക്ഷെ അല്ല അവരെ മാഷന്മാർ പറയുന്നത് അത് കുട്ടിക്കാരും പോകാൻ പറ്റില്ല. പിന്നെ അവര് പറയുന്നത് തന്നെയാണ്. അതിന്റെ മലമുകളില് എതിർവശം അത് പോകുന്ന വഴിക്ക് നമ്മളെ ബോബി ചമ്മന്നൂരിന്റെ അയലൊക്കെ സ്ഥലമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ കണ്ടതാണ്, അദ്ദേഹം പറഞ്ഞിട്ട് അതിൽ 100 വീട് വെക്കാൻ സ്ഥലം കൊടുക്കാൻ ഗവൺമെന്റിന് കൊടുക്കാന്നുള്ള രീതിയിൽ ഒരു ഏകനം ഉണ്ടായിരുന്നു. പക്ഷെ ഇതില് നമ്മള് ഇവിടുത്തെ അവസ്ഥ അവിടെ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ സംഭവിക്കുന്നത് ഇപ്പം വീട് കൊടുക്കുക, ഇപ്പൊ നമ്മളെ നാട്ടിൽ കണ്ടിരുന്ന വൈപര്യത്തിൽ, കാരണം ദശലക്ഷം പദ്ധതി ജീവിക്കാനൊന്നും പറ്റുന്നില്ല. കാരണം നല്ല രീതിയിൽ സ്റ്റാൻഡേർഡിൽ ജീവിച്ച ആളുകൾക്ക് ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കിയാലേ ജീവിക്കത്തില്ല. കാരണം പറഞ്ഞതാണ് അതിന് ഉചിതമായ നടപടി എന്ന് എനിക്ക് ഞാൻ എന്റെ അഭിപ്രായം. കാരണം കഴിഞ്ഞാൽ ഇപ്പം ഇതുപോലെ ചെറിയ ചെറിയ കോളേജ് പോലത്തെ വീടുകൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലൊന്നും എല്ലാവർക്കും ജീവിക്കാൻ പറ്റില്ലല്ലോ. ഏക്കർ കണക്കിന് തോട്ടത്തിന് നടുക്ക് താമസിക്കുന്നവരായിരിക്കും അവിടെ 80% ആളുകൾ. എന്തായാലും 1-2 ഏക്കർ സ്ഥലമില്ലാത്തവർ 4 ആളെ ഉണ്ടാവില്ല. അതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ പോയതുകൊണ്ട്. പിന്നെ അവിടെയുള്ള ആൾക്കാർ കൂടുതൽ ജീവിക്കുന്നത് ടൂറിസ്റ്റിന്റെ വരുമാനമാണ്. കാരണം അവര് വീടിന്റെ മുകളിൽ വേറെ വീടെടുത്ത് പുറത്തന്നെ വെളിപ്പിടിക്കാക്കിയിട്ട് അതിനകത്ത് ഗസ്റ്റ് ആയിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വരുമാനം അവർക്ക് കിട്ടുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ ചെയ്തു. കുറച്ചാൾ പോകും, കാരണം ഈ സംഭവം കാണാൻ പറ്റും. എന്താണ് പോകുന്നതിനോട് പേടി കാര്യമില്ലാതാവും. അതുപോലെ തന്നെ അവിടെ മെയിനായിട്ട് അവരുടെ ജീവിതമാർഗം തേയില തോട്ടം. അപ്പൊ അത് ആ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അതിന്റെ ഒരു തോട്ടം തൊഴിലാളികൾ ജീവനക്കാരുണ്ട് ഒരുപാട്. അതിൽ ഒരുപാട് ആൾക്കാർ ഇതിൽ പെടാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ആ പെടാത്ത ആൾക്കാർ വീടുകളിലാണ് നശിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആ രീതിയിൽ അതായിട്ട് ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് തൊഴിലിൽ നിന്നുള്ള രീതിയിൽ പോകണമെങ്കിൽ അതിന്റെ പ്രദേശത്ത് എന്തായാലും അവർക്ക് ആ പ്രദേശത്ത് ജീവിക്കാൻ പറ്റൂല. അവര് മറുനാട്ടിലേക്ക് പോയി അതിൽ തന്നെ ഈ തോട്ടം തൊഴിലാളി ഇപ്പൊ ശരിക്ക് അവിടെ പക്ഷെ അത്രയും ആളുകളൊന്നും ആയിരിക്കും അവിടെ പറഞ്ഞു. ഫസ്റ്റ് 600 പേരിന്റെ അടുത്ത് ഏകദേശം കാണാനില്ല എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ന്യൂസുകൾ കണ്ടതാണ്. നമ്മൾ നേരിട്ടുള്ള ഇവിടെ നമ്മളെല്ലാത്തിനും 417 ഏകദേശം ആ ഒരു ഇതാണ് മെറ്റീരിയൽ വന്നു. ഇതിൽ ഉൾപ്പെടാത്ത ഒരുപാട് ആൾക്കാർ, അതായത് ഒരുപാട് ആൾക്കാർ, അതായത് അവിടെ തോട്ടം തൊഴിലാളികളായ പല സംസ്ഥാനങ്ങളിലുള്ള ജീവനക്കാർ അവിടെ ഉണ്ട്. അതുപോലെ ടൂറിസ്റ്റുകൾ, അതായത് ടൂറിസ്റ്റ് റിസോർട്ടായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. അതിൽ നിന്ന് കണക്കിപ്പോ നമുക്ക് പെട്ടെന്ന് ഒരു പാർട്ടി ടൂർ പോയി അവിടെ നിന്ന് താമസിച്ചു. ചില സമയം അതുകൊണ്ട് സംഭവിച്ചു, അവർ പോയി കിടാന്നില്ല. പിന്നെ നമ്മളവിടെ ഉണ്ടാവുന്ന തന്നെ ഒരു ഊട്ടിയില്ല, അയാൾ ഊട്ടി ദാസ് പറഞ്ഞ അയാൾ ഊട്ടിന്ന് വന്നിട്ട് അവിടെ പണിയെടുക്കുന്നതാണ്. അയാൾ പറഞ്ഞു ഇവിടെ പണിയെടുക്കുന്നവർ കംപ്ലീറ്റ് പുറത്തുള്ള ആൾക്കാരാണ്. ബംഗാളികളുണ്ട് അതിനകത്ത്, പിന്നെ തമിഴന്മാരുണ്ട്. അപ്പൊ ഇവരൊക്കെ റേഷൻ കാർഡിലേക്ക് കറക്റ്റ് കണക്കില്ല, വേറെ കണക്കില്ല. അത് മാത്രമല്ല ഏക്കറാണ് സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. അതിന് ശരിക്കും ഉടമസ്ഥൻ എന്ന് പറയുന്നത് അവിടെ ഇല്ല ആൾക്കാരല്ല, പുറത്തേന്റെ ആൾക്കാർ, ഗവൺമെന്റിന്റെ ആള് നികുതികൾ. അത് നമുക്കറിയില്ല, ഗൾഫാറോ അതുപോലെ കോട്ടയം അങ്ങനെ പല ഏരിയയിലാണ്. പക്ഷെ അതിന്റെ കീഴിലെ പണിക്കാർ ജീവനക്കാരും തുടർന്ന് പണിയെടുക്കുന്ന ആൾക്കാരൊന്നും അവിടെ ഇല്ല ആൾക്കാർ. അതെ. പിന്നെ അവിടെ തന്നെ അവിടെ വീട്ടിലൊരു പുറത്ത് റിസോർട്ടിൽ വരുന്നുണ്ട്, ചെറിയ ഹോം സ്റ്റേറ്റിലെ പുറത്ത് ഉള്ള ആൾക്കാരുണ്ട്. നമ്മൾ ആ ഒരു പൊളിഞ്ഞ വീട്ടിലേക്ക് അയാളുടെ നിങ്ങൾക്ക് എന്താ പണിച്ച അയാൾ പറഞ്ഞാൽ നമുക്ക് ഹോം സ്റ്റേ ഉണ്ട്, പുറത്താണുള്ളത്. അവരെല്ലാം അവിടെ നിന്ന് മാറിയ ടീമാണ്. എല്ലാം മാറിയ ടീമാണ്. ചെറിയൊരു വീട് 2 നില വീടും വെച്ചിട്ടാണ് അവർ അടുത്ത പരിപാടി വെച്ചത്. പിന്നെ അവിടെ വേറൊരു പരിപാടി നമ്മളുണ്ടായത്. പക്ഷേ ഈ പ്രകൃതിയായിട്ട് യാതൊരു നമുക്ക് അത് ശരിയാവില്ല. കാരണം എന്താ പറയുക, നമ്മളൊന്നും ഇവിടെ കണ്ടാൽ പ്രതികരിക്കും. കാരണം പുഴയുടെ അകത്തേക്കാണ് ഫില്ലർ ഇട്ടിട്ട് അവിടെ വീടാക്കിയിട്ടുണ്ട് അല്ലേ ബാലു? നമ്മളവിടെ ചെന്ന സമയത്ത് ഒരു അക്ഷരമുഖം വേണ്ടി അവിടെ തെരച്ചിൽ നടത്തുന്നു. മകൻ അവിടെ ഒരു കൊടയും പിടിച്ച് ഇങ്ങനെ ഇരിക്കുക, സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ ഈ മകൻ അവിടെ അടുത്ത എസ്റ്റേറ്റ് പണിക്ക് പോയി. അപ്പോൾ അവരെ മക്കളെ കല്യാണം വെച്ച് വിട്ടതാണ്. അപ്പോൾ ആദ്യത്തെ പൊട്ടൽ ഓട്ടുമ്പോൾ അവൻ ഫോൺ വിളിച്ചു, അവൻ മാറിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ വീട്ടിൽ കുറച്ച് കുരുമുളകും ഇങ്ങനത്തെ സംഗതി സ്റ്റോക്ക് ഉണ്ട്, ഏതോ കുരുമുളകൊക്കെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും മടിയുണ്ടായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ രണ്ടാമത്തെ പൊട്ടലിൽ മകൻ വിളിക്കുമ്പോൾ അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അവിടെയൊക്കെ ഒരു തറ മാത്രമേ ഉള്ളൂ. ഞാനും ബാലും നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് വലിയ ഹിറ്റാച്ചി 3 വെച്ചിട്ട് അവിടെ അവൻ പറയുന്നത് ചെറിയ 4 ഒരവശിഷ്ടമെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് മതി. പിന്നെ അവിടെ കൊടി പിടിച്ച് നിൽക്കുമെന്ന് പാവം നമുക്ക് കണ്ടിട്ട് ഭയങ്കര സങ്കടമായിരിക്കും.
അവിടെ മാറ്റുന്നുണ്ട്, നമ്മൾ നേരം കിട്ടിയിട്ടില്ല. അതാണ് അവിടുത്തെ സംഭവം. ഒരു ദയനീയ അനുഭവം ജീവിതത്തിൽ അവരെ വീടിന്റെ പില്ലറും അത് ഈ ഉരുൾപൊട്ടിയ ഭാഗത്തല്ല, വേറൊരു പുഴ ഇങ്ങനെ വരും, 2 പുഴ ഇങ്ങനെ വരുന്നു. ഇപ്പഴും വരുന്നത് അതിനകത്തേക്ക് പില്ലറൊക്കെ. അതുപോലെ അങ്ങോട്ടേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഇതേപോലെ ഞാൻ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ പ്രൊഫൈലായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരാൾ അവിടെ ഇരുന്ന് ഇതേപോലെ രക്ഷോട്ടം പറഞ്ഞവരുണ്ട്. അതായത് മുണ്ടക്കൈ സ്കൂളിൽ കുറച്ചും കൊല്ലം വെച്ചാൽ കുറച്ച് താഴെയാണ്. അവിടെ നമ്മൾ പോകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ കൂടി. നമ്മളത് എന്താണെന്ന് നമുക്ക് സഹായം വേണമെന്ന് ചോദിച്ചാൽ അവിടെ പോരാ. അപ്പം പെട്ടെന്ന് ആർമിക്കാർ അവിടെ ഉണ്ട്, എല്ലാവർക്കും എല്ലാം ഉണ്ട്. ഓരോരുത്തരെയോട് ഇരുന്ന് പറയാം, ഉമ്മയും ഉപ്പയും കൊടുന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അതായത് വീട്ടിൽ താഴെ വീട്, വീട്ടിൽ മുകളിൽ വേറെ തറവാട് താഴെ മോളും, അവരാണ് കുടുംബം കഴിച്ചിട്ട് എല്ലാവരും ഒരു തറവാട് കൂടി കിടക്കണം. ഇദ്ദേഹം എന്തോ പുറത്തോ എന്തോ ഇദ്ദേഹം അവിടെ ഉണ്ടായിട്ടാന്ന് എനിക്ക് തോന്നുന്നു, അതായിരിക്കണം. അദ്ദേഹം ഒന്നും എൻ്റെ ഒത്തിരി ഒരു കുടുംബമായിരുന്നു, അദ്ദേഹം മാത്രമേ ഉള്ളൂ. ആ തറയുടെ മുകളിൽ ഇരുന്ന ഒരു അത് നമുക്ക് നമ്മളെ മനസ്സിൽ ഒരിക്കലും മാറി പോകുന്നു. ഇത് നമ്മളിപ്പോൾ പല കമ്പനിക്കാരത്തിലുണ്ട്, നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഡേയ്സ് നടക്കും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ മൈൻഡിൽ അത് വരുവാണ്. അവിടെ പോയ ഒരു അനുഭവങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു ജനങ്ങളെ ആ ഒരു അവസ്ഥ നമുക്ക് അത് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പ്രകൃതി തരുന്ന ഒരു പാഠങ്ങളുണ്ട്. കാരണം നമ്മൾ എന്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഒരു സെക്കൻഡ് മതി. പ്രകൃതി വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ നശിപ്പിക്കുന്ന ഒരു സെക്കൻഡ്. പ്രകൃതിയോട് കളിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അത്ര തന്നെയാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനം. ഇത് സംഭവിക്കുന്നതിന് മുന്നേ പ്രകൃതിയിലെ ഒരു അനുഭവം നമ്മളെ മൃഗങ്ങൾക്കാണ്. അതായത് അവിടെ ഞാനുണ്ടായ സമയത്ത് ഒരു റിച്ചാർന്ന് പ്രായം റിച്ചാർന്ന് പറഞ്ഞു പല ശബ്ദങ്ങൾ, നമ്മളെ നായകളായാലും പക്ഷികളായാലും ഈ എന്താ പറയുക നമ്മളെ തത്തകളായാലും പ്രകൃതിയിലൊരു മാറ്റം സംഭവിക്കുന്ന രീതിയിൽ പല ശബ്ദങ്ങൾ അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ആനകൾ അത് ഇറങ്ങിപ്പോയി. അതുപോലെ ഈ ഉരുളോടി സമയത്ത് അതിപ്പോൾ ന്യൂസിലെല്ലാം കണ്ടു, വാർത്തയെല്ലാം കണ്ടു. അപ്പോൾ നമ്മളവിടെ എത്തിയ സമയത്താണ് കറക്റ്റ് നമ്മൾ അറിയുന്നത്. പ്രായൊരു അമ്മേരെ മോള് കൊച്ചുമോള് വന്ന് വീട്ടിൽ കൊല്ലം കയറി സെക്കൻഡ് ഫ്ലോറിൽ പോയി. അവർക്ക് രക്ഷപ്പെടാൻ പറ്റി. എങ്കിലും അവർ എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പോയി ചെന്നത് കാട്ടിലേക്കാണ്. ഉൾക്കാട്ടിലേക്ക് കയറിയ സമയത്ത് ആനയുടെ കൂട്ടത്തിൻ്റെ അടുത്ത് എത്തി. കാണാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ അവർക്ക് അവിടെ നിന്ന് നേരെ പിറ്റേന്ന് നേരെ ക്യാമ്പിലേക്ക് മാറ്റി. ആ ക്യാമ്പിൽ എത്തിയ ശേഷം പല മാധ്യമങ്ങളോട് പോയ സമയത്താണ് അവർ ആ അനുഭവം അവിടെ പറഞ്ഞത്. പക്ഷെ അത് കേൾക്കുമ്പോൾ അവിടുന്ന് നമ്മളോട് പല ആൾക്കാരും പറഞ്ഞു. നമുക്ക് അവിടുത്തെ പുറം നാട്ടുകാരും അത്രയും അവരെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി എല്ലാ ഉദ്യോഗസ്ഥരും പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാരുണ്ട്. പട്ടാളക്കാരായാലും എയർഫോഴ്സ് ആയാലും നേവി ആയാലും എൻ്റെ ആൾക്കാരും എല്ലാവർക്കും അവിടെ ഇല്ല ആൾക്കാർ. അത് പറഞ്ഞറിയിക്കുന്നത് അവർക്ക് എന്തിനും ആഹാരത്തിനായാലും ഒന്നിനൊരു ബുദ്ധിമുട്ട് നമ്മൾ വരുന്നവരുടെ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ ആഹാരം അത് കഴിച്ച് റവന്യൂവിൻ്റെ പോകാം ഗവൺമെന്റ് രീതിയിൽ നന്നായിട്ട് അത് എടുത്ത് പറയേണ്ടത്. ഭക്ഷണം ഫുഡ് ഇത് ഇത്രയും ആൾക്കാർ എത്രയോ പ്രവർത്തകരുണ്ട്. നമുക്ക് എടുത്ത് പറയാൻ പറ്റും എത്രയോ ആൾക്കാർ. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരുണ്ട്. അതെല്ലാം രാവിലെ 10 മണിക്ക് ചായ ആയാലും അതായാലും ഉച്ചക്കായാലും വൈകുന്നേരം ഇതെല്ലാം ഭക്ഷണം ഇവരെല്ലാം കൃത്യമായിട്ട് നമ്മുടെ പ്രവർത്തകർ എല്ലാവർക്കും. അത് മാത്രമല്ല പക്ഷെ അവിടെ നമ്മളെ വളരെയായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളൊന്നല്ല, അത് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. DYFന്റെ ആയാലും അവരെ വനിതാ വിങ് ആയാലും SKSSF അല്ലേ സേവാഭാരതി അവരെ നമ്മൾ കണ്ടത് അവര് ആദ്യം മുതലേ അവര് ആംബുലൻസ് ഇതുപോലെ അത് ഡിവൈഎഫ്ഐ എടുത്ത് പറഞ്ഞു. തുടങ്ങിയാലും മുതല് കഴിയുന്നത് അവരാ സംഘടന ഒരുപാട് ആൾക്കാർ ഭക്ഷണശാലയിലൊക്കെ എല്ലായിടത്തും നല്ല സൂപ്പർ പ്രവർത്തനം. അത് മാത്രം നമ്മളെ കേരളത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജീവിക്കുന്നത് ശരിക്കും നാം ഉപയോഗിക്കാം. കാരണം എന്തല്ലോ എന്തെങ്കിലും പറ്റി നമുക്ക് നമ്മുടെ ജനങ്ങൾ അതാണ് തീർച്ചയായും അവിടെ അതാണ് അവിടുത്തെ അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ യൂത്തുമാർ അവർ എല്ലാ കാറ്റഗറി എല്ലാവരും സാധാരണ
അതായത് രാഷ്ട്രീയ നമ്മൾ കണ്ടത് രാഷ്ട്രീയ നേതാക്കന്മാർ അതായിട്ട് വന്നിട്ടുണ്ടാവും, അവർ വന്നിട്ട് പോയിട്ടുണ്ട്. നമ്മളെ പോലത്തെ ആൾക്കാർ നമ്മളെ അതുപോലെ പല രീതിയിൽ അന്നന്ന് ജീവിക്കുന്ന ആൾക്കാർ, അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുപോലത്തെ രാഷ്ട്രീയക്കാർ എല്ലാം എല്ലാ സേവാദികളും അതുപോലെ മുസ്ലിം സംഘടനയായാലും എല്ലാം മുസ്ലിം സംഘടന അത് അവർ എടുത്തു പറയണം. അവരാണ് ഏറ്റവും കൂടുതൽ ആ ഏരിയയിൽ പള്ളിയിൽ നിന്നൊക്കെ അവര് രാവിലത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നമ്മളെ പോലെ നമുക്ക് ഗവൺമെന്റ് അല്ലേ കാര്യങ്ങളൊക്കെ എല്ലാവരും രാവിലെ 5:45 6 മണിക്ക് നമ്മളവിടെ എത്തുന്ന 6:05 നമ്മൾ പ്രവർത്തനമായിട്ട് നമ്മൾ സ്റ്റേഷനിൽ തിരുവനന്തപുരം സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് നമ്മൾ വേറെ നമുക്ക് കുറച്ച് ദൂരമാണ്. നമ്മളവിടെ എത്തുന്നത് രാവിലെ പോകുമ്പോൾ തന്നെ ചായക്ക് പള്ളിയിൽ അവരെ മുസ്ലിം സംഘടന, അതായത് അവരാണ് ഭക്ഷണം എന്താണ് അവിടെ പൊറോട്ട ചിക്കൻ ഭക്ഷണത്തിന് എന്ന് പറഞ്ഞ സമയത്തൊന്നും തൊട്ടില്ല. പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരും രാഷ്ട്രീയ ജാതി മതം ഒന്നും നോക്കാണ്ടില്ല. ആഹാരം അവർ അവിടെ എത്തിച്ചു കൊടുക്കുന്നു. നമ്മളിപ്പോൾ അവിടെ കഴിക്കാൻ ചെന്നിട്ടില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വന്ന് ചോദിക്കുക, അത് നിങ്ങൾ കഴിച്ചോ, അത് രാവിലെ പോകുമ്പോൾ അത് കിട്ടി ഫ്രീ. ആ ബിസ്ക്കറ്റിന്റെ പാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നമുക്ക് എന്താ വേണമെന്ന് അവിടെ എടുക്കാം. എല്ലായിടത്തും ഉണ്ട്, സ്ഥലത്ത് മാത്രമല്ല. അപ്പൊ നമ്മൾ കാണുന്നതന്നെയോ ജാതിയോ മതമോ ഒന്നുമല്ല, മനുഷ്യനെയാണ് നമ്മൾ ശരിക്കും അല്ലേ അത് കണ്ടി നമ്മൾ ശരിക്കും ഒരു കരളായിരിക്കും. കാരണം എന്താ അങ്ങനെയാ നമ്മുടെ നാട് അതേപോലെ വേണം. എന്ത് പറ്റിക്കഴിഞ്ഞാലും ഈ ജാതി മതം എന്നൊരു വിഷയമില്ല കാര്യമില്ല, എല്ലാവരും പാടും ഒരു പ്രവർത്തനമല്ലേ ഉള്ളത്. അപ്പൊ അതുപോലെ നമ്മളെ എന്താ പറയുക ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം, അതാണ് ഏറ്റവും വലിയ അവിടെയുള്ള പ്രവർത്തനം. അതാണ് കാണുന്നത്. ഞാൻ പോയ സമയത്ത് മഴയാണ്, നമ്മൾ റെയിൻകോട്ട് എടുത്ത് ഞാൻ വരുന്ന റെയിൻകോട്ട്. ആ സമയത്ത് മഴയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ ചൂട് ചായ കൊടുത്തിടുക. എല്ലാ പ്രവർത്തകർക്കും ചായ ചൂട് മഴയാണ് തണുപ്പാണ് പ്രവർത്തിക്കുന്നതാണ്. ചായ അവിടെ എത്തിക്കുന്നുണ്ട്. അതുപോലെ അവിടെ ഒരു ഇച്ചയുണ്ട്, അവിടെ കൺട്രോൾ റൂമിൻ്റെ അവിടെ തന്നെ പോലീസിൻ്റെയും ഫയറിൻ്റെ കൺട്രോൾ റൂമിൻ്റെ അവിടെ തന്നെ ചെറിയൊരു കടയുണ്ട്. ആ കട വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആൾക്കാർ ആ ഒരു വിഷമം അയാൾ പറയുന്നത് നമ്മളോട് പറഞ്ഞാൽ നമ്മളതിന് വന്നു. അപ്പോൾ അവർ നമ്മളെ ചായ കൊടുക്കാൻ കൊടുക്കില്ല. അവർ പറഞ്ഞു ഞാൻ ഇവിടുന്ന് പ്രവർത്തനം കഴിയുന്നവരെ എൻ്റെ അവസ്ഥ ഞാൻ ഒരു ചായയും കൊടുക്കും, ബിസ്കറ്റ് അതിലൊരു ചെരുമ്പ് ഒരു പ്ലേറ്റ് അവിടെ അദ്ദേഹം അവിടെ വെച്ച് ചായ വെച്ചിട്ട് പോകുന്ന ഒരാളെ സാധാരണ ആരും വന്നാലും ഇപ്പൊ അവിടെ പല ആൾക്കാരാണ് വരുമ്പോൾ അവരെല്ലാം പോകുന്ന വഴിക്ക് ഇദ്ദേഹം വിളിക്കും. അവിടെ ഒരു ചായ കുടിച്ച് പോകാന്ന് പറയാം. ഇവിടെ വന്ന് ചായ കുടിക്കാതെ പോകും, ചായ കുടിച്ച് പോകാം, ഒരു കടി ഒരു ബിസ്ക്കറ്റോ ഒരു റസ്കോ എല്ലാം ഉണ്ട്. അദ്ദേഹം അവരെ കണ്ടല്ലോ അവിടെ കയറുന്നവിടെ തന്നെ. ഇത്രയും ഒരു ആ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അവിടെയാണ് അതാണ് നമ്മൾ കണ്ടിപ്പോ ഇവിടെ വന്നാൽ നമ്മുടെ കേരളത്തിൽ വെച്ചിട്ട് അതിനൊരു രൂപ മുട്ടൂല. കാരണം ഇന്നത്തെ കാലത്ത് അല്ലേ പക്ഷേ പറഞ്ഞ അവിടെ ഒന്നുമില്ല. നമ്മളെ ഒരാൾക്കൊന്നും പറ്റിക്കഴിഞ്ഞാൽ കേരളം മൊത്തം സഹകരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ഇന്നുള്ളത്. ഇതൊന്നും മനസ്സിലാക്കാൻ നമ്മള് കേരള നമ്മൾ കേരളത്തിൽ മാത്രമേ എത്തുള്ളൂ. ഉദാഹരണ മാഷത്തെ പറയേണ്ട ഈ സമയത്ത് പറയേണ്ടതാണ്. നമ്മള് കർണാടകത്തില് ഒരു ഷിരൂരില് ഒരാൾ അകപ്പെട്ടു എന്ന് പറഞ്ഞു. നമ്മുടെ കേരളം മൊത്തം ആൾക്കാർ പോയാൽ തന്നെ അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ജനങ്ങള് അവർ നമ്മുടെ മനുഷ്യ കൂട്ടായ്മ എല്ലാ മനുഷ്യരും അല്ലേ അത് പറയണ്ടല്ലേ. ഞാൻ പറയാം അന്നിപ്പം പെരുവാമ്പുഴയിൽ ആ ഒരു വയോധിക പണി അന്ന് മുതൽ തെരച്ചിൽ എവിടെയൊക്കെയാ നമ്മൾ ചെയ്തത്. കാരണം ഒരു ജീവനല്ലേ അല്ലേ പ്രശാന്ത്. ഇവനാണെങ്കിൽ പുഴയിൽ മുങ്ങിട്ട് ഇരുന്ന അങ്ങ് എത്ര ദൂരം വന്നത് ഞാൻ പോലാവറിലേക്ക് പോകും. നമുക്ക് ആ സഹായം നമുക്കത് എത്ര നേരത്തെ പറ്റും ജീവന്റെ അത് എവിടെയും കുട്ടി രക്ഷപ്പെടാൻ കാറ്റ് ഒഴുക്കപ്പെട്ടാണെങ്കിൽ നമുക്കത് എവിടെയെങ്കിലും മരത്തിൽ കട്ടിയിൽ അല്ലെങ്കിൽ ചെറിയ ബോധത്തോടെ സൈഡിലെ കാറ്റ് കിടക്കാം. ആ ഒരു ചിന്ത ആ മൈൻഡിലേക്ക് നമ്മൾ പോവാം. അത് നമ്മളീ പോകുന്നതിന് മുമ്പ് രണ്ട് പ്രവർത്തനം ഞാൻ രക്ഷപ്പെടണം ഇവരെല്ലാം പ്രവർത്തനം ചെയ്തു. അതുപോലെ പോയിച്ചാലും ഇങ്ങനെ പ്രശ്നം വന്നു. ആ സമയത്ത് നമ്മളവിടെ പോയി പങ്കെടുത്തു. അത് നമുക്ക് അതിൽ മാത്രം നമ്മളെ ഒരു പ്രവർത്തനം ചെയ്യാൻ പറ്റും ഇവിടെ. അതിനുശേഷം നമ്മൾ പെരുവാകുമ്പോൾ സാറ് വിളിച്ച് ഇങ്ങനെ നമ്മൾ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ചേർന്നത് സ്റ്റേഷനുമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നമ്മൾ പോവുക. നമ്മൾ പെരുവാകുമ്പോൾ പോയി അതിനുശേഷം അവരിലോട്ട് സ്റ്റേഷനിൽ പോയി വന്നു ഇങ്ങനെ നമ്മൾ പോകാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തില് പിന്നെ നാരായണുണ്ടായിരുന്നു, ശശി ഉണ്ടായിരുന്നു. നമ്മൾ നാലാളാണ്. ശശി വേറെ പേരുണ്ടായിരുന്നു. നമ്മൾ മൂന്നാളാണ് ഉദ്ദേശിച്ചത്. നമ്മളെ പടി ഒടിച്ചാൽ പറയുന്ന പ്രദേശത്ത് നിന്ന് മച്ചേരിയിലുള്ള ലക്ഷ്മണൻ, ബാലു, അതായത് നാരായണൻ, ശശീന്ദ്രൻ ഒരു ആയിരുന്നു ഒരു 4 പേര് അല്ലേ. 4 പേര് പടി വെച്ചാൽ ഞാനുണ്ട്. അതുപോലെ പല നമ്മൾ ഈ ഇതിന്റെ ഭാഗമായിട്ട് പെരിങ്ങോട്ടുന്ന് ചെറുപുഴയുണ്ട്, ജില്ലയിലെ കമ്പലൂർ ഉണ്ടാവും. അതൊരു അവിടെ വേറൊരു കാര്യം നമ്മൾ കണ്ടെന്നല്ലോ. അവിടെ അലഞ്ഞു കിടക്കുന്ന പശുക്കളുണ്ട്.
അതിനൊക്കെ തീറ്റ കൊടുക്കാനൊരു സംഘടന ഉണ്ട്. അല്ലേ? അത് ഭയങ്കര സംഭവം. ആടെ പട്ടികളായാലും പട്ടികൾക്ക് നമ്മളെ ഫയർഫോഴ്സിന്റെ നമ്മളെ കൂടെ വന്നവരൊക്കെ ബിസ്ക്കറ്റ് മേടിച്ചിട്ട് പട്ടികൾക്ക് അടയിലിട്ട് കൊടുക്കും. ഇതിങ്ങനെ അതിനെ മുതലാളി ഇങ്ങനെ അന്വേഷിച്ച് പോവാണ് പട്ടി യജമാനം. ഇപ്പം ഒരുപാട് മൃഗങ്ങളാണ് തേയിലത്തോട്ടത്തിൽ കയറി കിടക്കാൻ ഇടകളില്ല. അപ്പൊ നമ്മളവിടുന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രകാരം നമ്മളവിടുന്ന് ഞാനിപ്പോ പ്രവർത്തനം പോകുമ്പോൾ മൂന്നാർ പശു കയറി കിടക്കാൻ പറ്റാത്ത സ്ഥലമുണ്ട്. ഒരു പഴയൊരു മുഖത്ത് അവിടെ മൂന്നാർ പശു, അതായത് ഒരു പശു ഷെഡായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ NDRFിന്റെ ടീം വന്നിട്ട് അവിടെ വന്ന് ഇത് കണ്ടു, നമ്മളെ അറിയിച്ചു, നമ്മൾ അവിടെ അറിയിച്ചു വന്നു. ആ പശു വെള്ളം കൊടുത്തു. അതിനുശേഷം ചെറിയ കുട്ടി ഒരു പശു കൂടെ ചെറിയ എണീച്ചു അത് സേഫാക്കി അവർ വണ്ടിയെ കൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി. എല്ലാ ജീവൻ രക്ഷിക്കേണ്ട ആളുണ്ട്. അത്ര നമുക്കൊരു സമാധാനമുള്ളൂ. ഒന്നിനും എല്ലാ മനുഷ്യർക്കും നോക്കാണ്ട് എല്ലാ പ്രവർത്തനവും അവിടുത്തെ ഇപ്പം എൻ്റെ ബിൽഡിങ്ങിൽ മാറ്റാൻ പറ്റാത്ത യന്ത്രങ്ങൾ ഒരുപാട് JCB നമുക്ക് എണ്ണീറ്റൊന്നും പറയാൻ പറ്റില്ല. അവിടെ പ്രവർത്തിക്കുന്ന JCB നമുക്ക് എല്ലാം പല ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരെ നമ്മളെ സ്വന്തം റിസ്കിൽ വന്നിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അവരെ സ്വന്തം റിസ്കിൽ എണ്ണ എടുത്ത് അവിടെ നിന്ന് വന്നിട്ട് അതാണ് മനുഷ്യത്വം. അത് അവിടെയാണ് നമ്മൾ ശരിക്കും ആ ഒരു മനുഷ്യന്റെ ഒരു ഇത് മനസ്സിലാക്കുന്നുണ്ടോ. വേറെ കാര്യം ഭാഷ ഇതിപ്പം നമ്മളെ ഈ സംസ്ഥാനത്തില്ല വേറെ എവിടെയെങ്കിലും സംഭവിച്ചാൽ നമ്മേലും പോകും. കാരണം നമുക്ക് മനുഷ്യനാകില്ല, ജീവനാകില്ല അല്ലേ പ്രശ്നം. തീർച്ചയായും നമ്മളിപ്പം എവിടെ എന്ത് പ്രശ്നം വന്നാലും നമ്മളെ കൊണ്ടാകുന്ന ഒരു സഹായം എന്തായാലും നമ്മളെ ജീവിത സാഹചര്യങ്ങള് അമ്മ നിന്ന് പഠിച്ച് ജീവിക്കുന്നവരാണ്. എന്നാലും നമ്മൾക്ക് പണിയല്ല, നമുക്ക് ഒരു ദിവസം നമുക്ക് അവർക്ക് പ്രവർത്താൻ നമ്മളെ ജീവനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല ഒരു രീതിയിൽ അത്രയും നമ്മളെ കൊണ്ടൊരു ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയ പുണ്യല്ലേ. പിന്നെ നമ്മൾ പഠിച്ചാൽ പ്രശ്നമൊന്നുമില്ല. അത് ശരിക്ക് ഇപ്പൊ നമ്മൾ കണ്ടതും ഇവര് പറഞ്ഞതും വയനാട്ടിലെ മഹാദുരന്തത്തിന്റെ നേർക്കാഴ്ചകളാണ്. ഇതിനു വേണ്ടി വയനാട്ടിൽ പോയി ജീവൻ പണയം വെച്ച് പണിയെടുത്ത വാളണ്ടിയേഴ്സ് ബാക്കിയുള്ളവർ രണ്ട് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള പ്രശാന്ത്, കൃഷ്ണോട്ടൻ, ബാലു, ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ന്യൂസ് പേര് പ്രത്യേകം നന്ദിയും അറിയിച്ചു.